ये दोस्ती हम नहीं तोड़ेंगे तोड़ेंगे दम मगल तेरा साथ ना छोड़ेंगे. ദൈവത്തിന്റെ നാട് നാടിന് മൊത്തം കേട് ഈ ധാരാണ്ടിന്റെ മേട് ഹൊയ് ഹൊയ് കഥയില്ല കഥ പലതും ചൊല്ലി പൊല്ലാപ്പിലതാക്കണ കൂട്ടം കൊല്ല ചെയ്യും പലരുണ്ട്. പലതുള്ളി പെരുവെള്ളം പോൽ പരമാതിരി കഥകൾ പറയാൻ പുഞ്ചിരി തൂകും കൊഞ്ചലുമായി നാടിനൊരു 40 വട്ടം നാടും നഗരവും ചുറ്റിപ്പായാണ് ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ് ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ്. എങ്ങനെ പോയാലും കുറച്ച് ആളെ കൂട്ടണം. അത് ശരിയാ, അല്ലെങ്കിൽ ശരിയാവില്ല. ഈ പ്രകടനത്തിനെങ്കിലും നമ്മുടെ ശക്തി തെളിയിക്കണം. നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ആളെ വിളിക്കാം. റേറ്റ് ഇതിൽ കൂടുന്നുള്ളൂ. നമുക്ക് നിന്റെ ആൾക്കാരെ വിളിച്ചാൽ മതി. ആരെ? ബംഗാളികളെ. അവരെ കൊണ്ട് മൗനജാതക്കല്ലേ പറ്റുള്ളൂ. വാ തുറന്ന് ഇന്ത്യയിലെ സംസാരിക്കുന്നത്. പിന്നെ എങ്ങനെ? അവരുടെ ലിപ്പും മതി. നമുക്ക് ഡബ് ചെയ്ത് കയറ്റാം. പിന്നെ ഇതിലെ കൂടെ റോഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓക്കെ. എന്തായാലും കോൺക്രീറ്റ് ചെയ്യാനുള്ള കോൺട്രാക്ടർ പിടിക്കാം. ഞാനിവിടെ വെറുതെ കണ്ട. നീ വെറുതെ കല്ലെടുത്ത് ആലോചിച്ചു താൻ വെച്ചാ മതി. ഇത് നമ്മുടെ പെൻഷനമ്മാവനല്ല. പെൻഷനമ്മാവൻ നിന്റെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഈ ചെറുക്കനെ എല്ലാ ദിവസവും എന്റെ വായിന്ന് കേട്ടിട്ട് അടങ്ങുള്ളൂ. ചേട്ടാ പിള്ളേരെന്തേലും തമാശ കാണിച്ചെന്ന് വിചാരിച്ചു. പിന്നെ മുതുപോത്തിനെ പോലെ ഇരിക്കുന്ന ഇവനല്ലേ പിള്ളേര്. എടാ കാപ്പിടിത്തല്ല മര്യാദക്കല്ലെങ്കിൽ അടുത്ത പെരുന്നാളിന് മമ്മദിന് നിന്നെ ഞാൻ വെട്ടാൻ കൊടുക്കും. ഇങ്ങനെ പോയി ഇയാള് പെൻഷൻ മേടിക്കൂല. പിള്ളച്ചേട്ടൻ എന്താ ഇവിടെ? ഒന്നും പറയണ്ടാ. എടാ നമ്മുടെ ഒരു വിദ്യാഭ്യാസ മന്ത്രി ഇല്ലടാ, ഈ പശു കരയണ ഒച്ചയിൽ പേരുള്ള ഒരു മന്ത്രി. പുള്ളിയുടെ ഓരോ തമാശകളെ. അല്ല മന്ത്രി എന്ത് തമാശ കാണിച്ചെന്ന്? എടാ സ്കൂള് തുറന്നിട്ട് ഇത്രയും കാലായില്ലേ, പിള്ളേർക്ക് പുസ്തകം ഉണ്ടോ പഠിക്കാൻ ചോദിച്ചപ്പോ പറയാ അടുത്ത ഓണപരീക്ഷ കഴിഞ്ഞിട്ട് പുസ്തകം തരാന്ന്. ഈ പുസ്തകം ഇല്ലാണ്ട് പിള്ളേരെങ്ങനെയാ പരീക്ഷ എഴുതുന്നത്? പരീക്ഷ എഴുതണമെങ്കിൽ പുസ്തകം വേണമെന്നുണ്ടോ? അല്ല അത് വേണമെന്നില്ല. ഇപ്പൊ പരീക്ഷ പോലെ എഴുതാത്തവനാണല്ലോ A+ കൊടുക്കുന്നത്. പുസ്തകവും പരീക്ഷയും പിള്ളച്ചേട്ടന്റെ വരവായിട്ട് എന്താ ബന്ധം? എടാ എന്റെ മൂത്ത മോക്കട കൊച്ചിന് പുസ്തകം കിട്ടിയിട്ടില്ലെന്ന്. അത് അന്വേഷിക്കാൻ വേണ്ടി അക്കരക്കര വരെ പോയിട്ട് വന്ന വരവാണ്. കിട്ടിയാ? എവിടെ കിട്ടാൻ? 100-300 പിള്ളേര് പഠിക്കണ സ്കൂളിൽ ആകെ കിട്ടിയേക്കണത് ഒരു പുസ്തകം. അത് ചോദിച്ച അവന്മാര് ഓണപരീക്ഷ കഴിയുമ്പോ എന്തായാലും തരില്ലേ? എന്നാ പിന്നെ ഈ ഓണപരീക്ഷ കഴിഞ്ഞിട്ട് സ്കൂൾ തുറന്നാ പോരായിരുന്നോ? വെറുതെ ഈ പിള്ളേരെ സാറുമാര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നെട്ടോട്ട് ഓടിക്കാനായിട്ട്. അത് ഈ വിദ്യാഭ്യാസത്തിന്റെ കാര്യം എന്നോട് സംസാരിച്ചിട്ട് കാര്യം. അത് പിന്നെ സ്കൂളിന്റെ പടി കണ്ടവരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. അല്ലാതെ നമ്മുടെ കയ്യിലല്ലോ, എല്ലാം ഘടകകക്ഷികളുടെ കയ്യിലല്ലേ. ഓ അല്ലെങ്കിൽ ഇപ്പൊ മല മറിച്ചേനെ. അല്ലടാ കോണത്താപ്പള്ളി, ഈ ഘടകകക്ഷികൾ കുരുവിക്കരയിലെ തെരഞ്ഞെടുപ്പിന് വരുന്നില്ലെന്നാണല്ലോ കേട്ടത്. എന്നാര് പറഞ്ഞു? എടാ നോമ്പുകാലായതുകൊണ്ട് നുണ പറയാൻ പറ്റില്ല എന്ന്. അയ്യോ ഫേസ്ബുക്കിൽ ഒരു തമാശയായിട്ട് വന്നേക്കെ. അങ്ങോട്ട് മാറിക്കടാ മല വേണ്ട. അയ്യോ ഇങ്ങനെ കുനിഷ്ടു പിടിച്ചൊരു കാർന്നേര്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ബിഷപ്പിന്റെ കാര്യമല്ല പറഞ്ഞത്. ബിഷപ്പിന്റെ കാര്യമല്ല വിശക്കണെന്ന്. എടാ നമ്മൾ സമരത്തിന്റെ കാര്യമല്ലേ പറഞ്ഞത്. എന്ത് പറഞ്ഞാലും ബെസ്റ്റ് പറല. എന്റെ ആണെങ്കിൽ 4 പൊറോട്ടയ്ക്കുള്ള കാശുള്ളു. എന്തൊരു വിശപ്പാടായി. ഇയാളെന്ത് നേതാവടോ? കണ്ടറിച്ചിട്ട് പറല പോടുന്നു. എടാ അതിന്റെ സമരവും പിരിവും ഇതൊക്കെ വരട്ടാ. നിന്റെ ചള്ള വയർ നിറച്ച് പൊറോട്ട ബീഫും മേടിച്ചു തരാം. ബസ്സിന് ചവണയൊന്നും വലുതും നിറയ്ക്കണോട്ടാ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചന്ദന്റെ കടയിൽ പോയിട്ട് 4 പൊറോട്ടയുടെ കാശ് ഞാൻ കൊടുത്തോളാം. പിന്നെ ബീഫ് കടം പറയാം. നീ വാ. എന്തൊരു സന്തോഷം. ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും അങ്ങനെയൊന്നുമില്ല. നീ എന്റെ കൂടെ നിന്നാ മതി. ഓക്കെ ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ല. എനിക്ക് പൊറോട്ട ഇല്ലെങ്കിൽ നിങ്ങളെ കൊല്ലിഞ്ഞ അതൊക്കെ ഞാൻ ഏറ്റു. ഓക്കെ ഞാൻ ഒന്ന് വായിച്ചോട്ടെ. ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ സുഖം തന്നെ. അതെ ഇവന് 4 പൊറോട്ട ഒരു ബീഫും, എനിക്ക് കുടിക്കാനൊരു ചായ. അയ്യോ ഇവിടെ ചായ വാങ്ങിച്ചാലും കുളിക്കാറില്ല, കുടിക്കാറേ ഉള്ളു കേട്ടാ. കുറച്ച് കാശ് തരാനുണ്ടല്ലോ. ഓ അത് തരണ്ട, നീ വെച്ചോ. അയ്യോ അങ്ങോട്ടല്ല ഇങ്ങോട്ട്. അപ്പൊ ഇതും കൂടി പറ്റിലെഴുതിയേ. ആഹാ അപ്പൊ ഇതും പറ്റാണല്ലേ. അല്ല പൊറോട്ടയുടെ കാശ് ഞാൻ തരാം, ബീഫ് പറ്റിലെഴുതിയാ മതി. അയ്യോ ബീഫ് എന്റെ അമ്മയുടെ മോളൊന്നും അല്ല പറ്റിലോട്ട് തരാൻ കേട്ടാ. അപ്പൊ നീ എനിക്ക് ബീഫ് പറ്റു തരില്ല. തരത്തില്ല. നീ ആരോടെ കളിക്കണം നിനക്കറിയാവോ? എടാ നീ എനിക്ക് ബീഫ് കടന്നില്ലെങ്കിൽ ഈ കടയിലെന്നല്ല ഈ പഞ്ചായത്തിൽ ബീഫ് നിരോധിച്ചിരിക്കും. മനസ്സിലായി? സമ്പൂർണ്ണ ബീഫ് നിരോധനം നടപ്പിലാക്കാൻ പോവാ. നീ വാടാ ദാസ. അത് 2 പൊറോട്ട കഴിച്ചിട്ടോ. അയ്യോ ഇവിടെ ഒന്നും വെച്ചിട്ടില്ല. ഇറങ്ങി ഇറങ്ങി നിന്നെ എടുത്തോളാട്ടാ. ഓ കാണാ നീ ഇറങ്ങടാ. അങ്ങനെ നിന്നെയൊക്കെ ഞാൻ ഇത് എന്റെ നെയ്യപ്പായിപ്പോല്ല. അയ്യോ
ആരുടെ അടി കൂടി വന്നത്? ഇവനാർന്ന എന്താ വിളിച്ചേട്ടാ ഒരു കസർത്ത്? ഒന്നും പറയണ്ട കൊണത്താപ്പള്ളി. കൊളസ്ട്രോൾ അല്ലേ, കൊളസ്ട്രോൾ. ബീഫ് അല്ലേ വില്ലൻ? അത് പറയാനും കൂടിയാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അതെ, നമ്മുടെ പഞ്ചായത്തിൽ ബീഫ് കഴിച്ച് എത്ര പേരാ രോഗികളാകുന്നെന്ന് അറിയാമോ? കൊളസ്ട്രോൾ ഒന്ന് എത്ര ചത്തുവേണമെന്ന് അറിയാമോ? പ്രസിഡന്റ് ആയിട്ട് ഇങ്ങനെ തുള്ളിക്കളിച്ച് നിന്നാ മതിയാ? ഇല്ല, പറ്റില്ല. മാത്രമല്ല ഇലക്ഷൻ അടുത്ത് വരികയല്ലേ, പഞ്ചായത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു വരുത്തി തീർക്കണ്ടേ? എടാ, നീ എന്താ ചെയ്യേണ്ടത് ഇങ്ങോട്ട് പറ. നമ്മുടെ പഞ്ചായത്തിൽ ബീഫ് നിരോധിക്കണം. അപ്പൊ നമ്മ എവിടെ പോയി കഴിക്കും? അടുത്ത പഞ്ചായത്തിൽ നിന്ന് വാങ്ങിക്കണം. ചേട്ടനൊരു പേപ്പർ ഒപ്പിട്ട് തന്നാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റി. അത് ഞാൻ തരാം. ആ, പെട്ടെന്ന് നിർത്തണ്ട. ഞാൻ ഇതിനു വേണ്ടി ഒരു സമരം സംഘടിപ്പിക്കാം. അപ്പൊ പിരിവോ? ഞാൻ ഏറ്റി. പിരിവില്ലാതെ നമുക്കെന്ത് സമരം? എന്നാ നീ പിരിവ് തുടങ്ങിക്കോടാ. ദൈനംദിനം എത്ര കന്നുകാലികളെയാണ് കൊന്നെടുക്കുന്നത്, മനുഷ്യൻ തിന്നു തീർക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. അപ്പോഴതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയും അപകടകരമായ അവസ്ഥയിൽ നിന്നും നമ്മളൊന്ന് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഗോമാതാവ് നമ്മുടെ അമ്മയാണ്. അപ്പൊ അച്ഛനാരാണ് പോത്തോ? എരുമ അളിയനായിട്ടും ഈ പോത്ത് എന്തൊക്കെയാണ് പറയണത്? ആ മാതാവിനെ കൊന്നു തിന്നാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കില്ല. വളരെ മൃഗീയവും പെറ്റ തള്ളയ്ക്ക് തുള്ളി വെള്ളം കൊടുക്കാത്തവനാ പശുവിന്റെ പേരും പറഞ്ഞ് കണ്ണീര് ഒഴിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഊന്നി പറയുകയാണ്, സമ്പൂർണ്ണ ബീഫ് നിരോധനം നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ. നമ്മുടെ കൊച്ചു ഇവനൊക്കെ കാശ് വിടുകയാണല്ലോ. പശുവുണ്ട്, പോത്തുണ്ട്, എരുമയുണ്ട്, ഇവർക്കാരുണ്ട്. കഴിക്കുവാനായി തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരണം. എന്നിട്ട് 4 നേരം വെട്ടിയിറങ്ങി ഞം ഞം എന്ന് പറഞ്ഞ് കഴിക്കും. അങ്ങനെ കഴിച്ച് കൊളസ്ട്രോൾ ഉണ്ടാക്കി ബീഫ് തിന്ന് അഹങ്കാരികളായി തീർന്ന കച്ചവടക്കാരെ ദേശമംഗലത്ത് നിന്ന് പുണ്യാഹം തെളിച്ച് തുരുത്തിപ്പായിച്ചിട്ടേ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുള്ളൂ എന്ന് പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം തന്നെ പാർട്ടി ഫണ്ടിലേക്ക് ഉദാരമായ സംഭാവനകൾ നൽകി സഹായിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ആ ഒരു പ്രതീക്ഷയിലാണ് സമരം നടത്തുന്നത് തന്നെ. ബീഫിനെതിരെ സമരം നടത്തി കിട്ടുന്ന പൈസ കൊണ്ട് വേണം വൈകുന്നേരം ലവന്മാർക്ക് പൊറോട്ടയും ബീഫും തിന്നാൻ. അങ്ങനെ ഈ സമരം നമ്മൾ ഇന്നിവിടെ പിരിച്ചുവിടുകയാണ്. നാളെ മുതൽ ബീഫ് നിരോധിക്കുന്നവരെ പഞ്ചായത്ത് പഠിക്കൽ നിരാഹാര സമരം കൊല്ലിഞ്ഞ് കപ്പയും കഞ്ഞിയും കഴിച്ച് സമരം നടത്തുന്നതായിരിക്കും. അത് കലക്കി കുറച്ച് ബീഫ് കൂടി ഉണ്ടായി സൂപ്പർ ആയിരിക്കൂട്ടാ. ബീഫ് നിരോധന സമരത്തിലോ? എന്നാ ചിക്കനാക്ക്, കോഴിനെ കൊല്ലല്ലോ. മാത്രമല്ല പഴഞ്ചൊല്ലുണ്ട്, എന്ത് ഏത് ബാധ വന്നാലും കോഴിക്ക് കിടക്കപ്പെടുന്നില്ല. നീ ഒന്ന് ചുമ്മാ കാര്യം പറയണ്ടേ. അപ്പൊ സമരം പിരിച്ചുവിട്ടായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ജയ് ഹിന്ദ്. ചന്ദ്രേട്ടനെ കുടുക്കി പോകാൻ പറ്റേ. എന്താടാ വഴിതടയിൽ സമരാണോ? അയ്യോ, അതൊക്കെ നിങ്ങളുടെ പരിപാടിയല്ലേ. ഒരു സംശയം ചോദിച്ചോട്ടെ? എന്നാ ചോദിക്ക്. അല്ല, ഈ സമ്പൂർണ്ണ ബീഫ് നിരോധനം എന്ന് പറയുമ്പോ സമ്പൂർണ്ണ മദ്യ നിരോധനം പോലെ ആവൂ? ആണെങ്കിൽ അല്ല, ഈ പോത്തിന്റെ പേരും പറഞ്ഞ് എത്ര കോടി മുക്കും? മദ്യത്തിന്റെ വരുമാനം വേണ്ടാന്ന് പറഞ്ഞ് നിങ്ങള് മദ്യത്തിന്റെ വിലയും കൂട്ടി നികുതിയും കൂട്ടി 100 കോടി വരുമാനവും നോക്കി മാനം നോക്കി ഇരിക്കല്ലേ? എന്താടാ നിനക്ക് പ്രതികരിക്കണ? നീ ഫേസ്ബുക്കിൽ പോയി പ്രതികരിക്കടാ. പ്രതികരിച്ച ഇയാളിപ്പോ അങ്ങോട്ട് നന്നാവും. അല്ല, അറിയാൻ മേലാണ്ട് ചോദിക്കുക, നിങ്ങളൊക്കെ ഈ അധികാരത്തിൽ കയറിയത് എന്തിനാണ്? ഈ നാടിന്റെ വികസനത്തിനാണോ അല്ലെങ്കിൽ നാടിന്റെ അന്നം പൊട്ടിക്കാനാണോ? ഈ നാട്ടിൽ എന്തൊക്കെയാ നടക്കണെന്ന് അറിയാമോ? സ്ത്രീകൾക്ക് സുരക്ഷിതമായി പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. എങ്ങും ബലാത്സംഗങ്ങൾ, പീഡനങ്ങൾ, തൊട്ടനും പിടിച്ച രക്കത്തിനും തീവല. ഇതൊന്നും നിങ്ങക്ക് വിഷയമല്ല. ബീഫും തീറ്റയും കുടിയുമാണ് നിങ്ങക്ക് പ്രശ്നം. ഇയാളൊന്ന് പോയേ. അതെ, ഈ പശുവിന്റെ മാംസം കഴിക്കുന്നത് കുറ്റമാണെങ്കിൽ പാല് കറക്കുന്നത് ബലാത്സംഗത്തിൽപ്പെടൂ. അതെ, നിന്നോട് സംസാരിക്കാൻ എനിക്ക് ഒട്ടും സമയമില്ല. ഒന്ന് പോയടാ, വാടാ. പിന്നെ ഈ ലോകത്ത് 1000 പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടാലും ഒരു പശു പോലും വധിക്കപ്പെടരുത്. അവനെയൊക്കെ ഉപദേശിച്ച് നന്നാക്കണേലും ഭേദം ഒരു പട്ടിയുടെ വാല് നമുക്ക് നേരെയാക്കാം. അത് നന്നാവും, പക്ഷെ ഇവന്മാര് നേരെയാവും തോന്നല്ലോ. അതെ ഞാൻ പറഞ്ഞത്, നമുക്ക് ചൂണ്ടിടാൻ പോവാന്ന്. നമുക്ക് പറ്റിയ പണിയതാണ്. ഇനി ഞാൻ എന്നാ ചെയ്യൂടാ? ഈ കൊണത്താപ്പള്ളി ഇങ്ങനെ ചതി ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ചേട്ടനറിയാലോ ഇവന്മാരുടെയൊക്കെ സ്വഭാവം. അന്ന് വന്നപ്പോ തന്നെ ആ ബീഫ് ഫ്രൈ പോട്ടേന്ന് കരുതിയാ മതിയായിരുന്നാ? എടാ, ഇതിപ്പോ ഞാൻ അറിഞ്ഞോ ഇവൻ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുവന്ന്? ഇതിപ്പോ പുലിവാലായി. ഇനിയിപ്പോ എന്ത് ചെയ്യും? ചേട്ടാ, നമുക്ക് ആ കൊണത്താപ്പള്ളിയെ നേരിട്ട് പോയി കണ്ടാലാ? അയാള് സമ്മതിക്കോ? വല്ല 10,000-20,000 കൊടുക്കാന്നേ. നോക്കല്ലേ, കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കുന്നത് നല്ലതാ. പിന്നല്ലാതെ പോവാം. ഒന്ന് സൂചിപ്പിക്കടാ നേതാവേ. ഞാൻ പറഞ്ഞില്ലേ എന്നോട്? പറയട്ടെ. മനസ്സിലായില്ലേ? നമസ്കാരം സാർ. വേറെ പണി നോക്ക്. പറയടാ നേതാവേ.
പറയട്ടെ എന്ന്. നിന്നോടൊക്കെ പറഞ്ഞാ മനസ്സിലായില്ല നിനക്ക്. ആ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്ന്. എന്നാ പറയാ, ഒന്നും പറയണ്ട. പെട്ടെന്ന് പറ, സൂചിപ്പിക്കുന്നു. ശരിയാക്കാം. കൊണത്താപ്പള്ളി, ഞാൻ ഒരു കാര്യം പറയട്ടെ. പെമ്പിള്ളേരെ പുറകെ കാമുകന്മാര് നടക്കണ പോലെ എന്റെ പുറകെ നടക്കണ്ട, ഇത് നടക്കേല. അല്ല നേതാവേ, എന്തിനൊരു പ്രതിവിധിയില്ലേ? അത് ഇവന്റെ വിധി. എടാ, ഇവൻ അറിയാൻ പാടില്ലേ പോലീസുകാരെ പൊളിറ്റീഷ്യന്മാരെ വേദനിപ്പിച്ചാലുള്ള സ്ഥിതി? ആദ്യം അവൻ ഇതൊന്ന് പഠിക്കട്ടെ. പഠിച്ചു, ശരിക്കും പഠിച്ചു. പാവം കൊണത്താപ്പള്ളി എങ്ങനെയെങ്കിലും ആ സമരം ഒന്ന് പിൻവലിച്ചു കൊടുക്ക്. ഒരു കാര്യം ചെയ്യ്, സമരം ഞാൻ പിന്നെ വിളിക്കാം. ഒരു 25,000 രൂപ തന്നേക്ക്. 20,000 രൂപയോ? സമരം കത്തി പടർന്നേക്കല്ലേ. ഇനി അതണക്കണമെങ്കിലേ കുറെ പേരുടെ വായിലേക്ക് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ടി വരും. ഇപ്പോഴാണെങ്കിൽ 25,000 രൂപയ്ക്ക് തീർക്കാം, അല്ലെങ്കിൽ 19,000 രൂപയാകും. കൊണത്താപ്പള്ളി ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഇത് ഈ കുറഞ്ഞൊരു അഡ്ജസ്റ്റ്മെന്റ് ഈ കൊണത്താപ്പള്ളി തയ്യാറല്ല. അതിന് വേറൊരു വഴിയുണ്ട്. എന്താ? നീ പെട്ടിയും കിടക്കെ പൊതിഞ്ഞു വെച്ചോ ചന്ദ്ര. ദേശമംഗലത്തിന് പുറത്തു മതി നിന്റെ സേവനം. മനസ്സിലായ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനി ചെയ്യാനുള്ളത് ഒരാൾക്കേ ഉള്ളൂ. ഇറച്ചി വെട്ടുകാരൻ മമ്മദിന്. എന്റെ ദൈവമേ, ഇറച്ചിവെട്ടുകാരൻ മമ്മതാ? അയാള് 2-3 കൊലക്കേസിലെ പ്രതിയല്ലേ? അതെ, ഇറച്ചി നിരോധിച്ചാൽ മമ്മദിനത് ക്ഷീണം ചെയ്യും. അപ്പോൾ മമ്മദിനെ ഇറക്കിയേ പറ്റൂ. ചേട്ടാ, 1 കിലോ പോത്തിറച്ചി. ചേട്ടാ, ആ എല്ലില്ലാത്ത ഭാഗം. കേട്ടില്ല. എന്താ ചേട്ടാ, ആ തൊടഭാഗം ഇല്ലേ? നെയ് വേണ്ട, നെയ് ഇല്ലാത്ത ഭാഗം മതി. ഒന്ന് വേഗം എടുക്കേട്ടാ. നീ ഒന്ന് വെട്ടടാ. ഇല്ല, ചേട്ടൻ തന്നെ വെട്ടിക്കോ. ഇരിക്കടാ. ഇല്ല, ചേട്ടൻ തന്നെ വെട്ടിക്കോ. അവൻ എല്ലും വേണ്ട, നെയ്യും വേണ്ട, അവൻ ഞാൻ കൊടുക്കാൻ ഇറച്ചി. എന്താ എടുക്കട്ടെ. ചേട്ടാ, ജയിൽ ശിക്ഷയൊക്കെ കഴിഞ്ഞോ? നീ എന്നെ ശിക്ഷിക്കാൻ വന്നാണോ പോത്തിറച്ചി മേടിക്കാൻ വന്നാണോ? അല്ല, ഞാൻ പോത്തിറച്ചി മേടിക്കാൻ വന്ന. എന്നാ പോത്തിറച്ചി മേടിച്ചോണ്ട് പോയി വേഗം വെച്ച് തിന്നാൻ നോക്ക്. കേട്ടാ? ശിക്ഷിക്കാനൊന്നും നിൽക്കണ്ട നീ. വേഗം വിടറാ. ആയിക്കോട്ടെ. എന്റെ അമ്മ ജയിലിൽ കിടന്ന് മുറ്റിയല്ല. നാളെ ഇന്റർവ്യൂ വാട്ടർ മീറ്ററില്, മറ്റന്നാ ടെൽക്കില്, പിന്നെ എങ്ങോട്ട് പോണു? ഇന്നെന്താ ഇന്റർവ്യൂ ഒന്നും ഇല്ലേ? ഒരു ജോലി കിട്ടുമ്പോ ഞാനത് മുടക്കില്ല. ഇനി എന്തിനാ വേറൊരു ജോലി? ഈ ഇന്റർവ്യൂ തന്നെ നിനക്കൊരു ജോലിയല്ല. നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ ഇപ്പൊ പെണ്ണുകെട്ടി പിള്ളേരായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. നീ ഇങ്ങനെ ഇന്റർവ്യൂ ഒക്കെ കാണിച്ച് നടന്നോ? എടാ, ഈ ലോകത്ത് പെണ്ണ് കെട്ടി കുട്ടികളുമായി ജീവിക്കുന്നത് മാത്രമല്ല ജീവിതം. അത് വളരെ എളുപ്പമല്ലേ? പക്ഷെ ഒരു സർക്കാർ ജോലി എന്നൊക്കെ പറഞ്ഞാ അതൊരു അന്തസ്സാ. നീ ഇങ്ങനെ അന്തസ്സും നോക്കി നടന്നോ? ഇപ്പൊ വരും സർക്കാർ മുദ്ര വെച്ച അപ്പോയിന്റ്മെന്റ് ഓർഡർ. എടാ, ഞാനൊരു ശുഭാപ്തി വിശ്വാസക്കാരനാ. ഇന്നല്ലെങ്കിൽ നാളെ എനിക്കൊരു ജോലി കിട്ടും. ഇത് ശുഭാപ്തി വിശ്വാസമൊന്നുമല്ല, ആന മണ്ടത്തരാ. ആട്ടെ, നീ ഇപ്പൊ എങ്ങടാ? ആ മമ്മദ് ഖാന്റെ കടവരൊന്ന് പോണം. ഞാനിപ്പോ അവിടെ പോയി ഇറച്ചി വാങ്ങി വീട്ടിൽ കൊടുത്തിട്ട് വരുന്ന വഴിയാ. വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ടേ. അല്ല, മമ്മദ് ഖാനെ കാണേണ്ട കാര്യം എന്താ? ഒന്നും പറയണ്ട. ദേശമംഗലം പഞ്ചായത്തെ ബീഫ് നിരോധിത പഞ്ചായത്താക്കാനുള്ള ശ്രമത്തിലാ നമ്മുടെ കൊണത്താപ്പള്ളിയും ശിങ്കിടിയും. ആണോ? അതെന്നാ കാര്യം? ഒരു കാര്യമില്ലാന്നേ. നമ്മുടെ ചന്ദ്രൻചേട്ടന്റെ കടയിൽ ചെന്ന് ഈ പറഞ്ഞ കൊണത്താപ്പള്ളിയും ശിങ്കിടിയും കൂടി ബീഫ് ഫ്രൈ കടം ചോദിച്ചു. ചന്ദ്രൻചേട്ടൻ കൊടുത്തില്ലാന്നേ. ആ പേരിൽ അവര് തമ്മിലൊന്ന് തെറ്റി. ഇപ്പൊ ചന്ദ്രൻചേട്ടനോടുള്ള വൈരാഗം തീർക്കാനാ ഈ ബീഫ് നിരോധനം. അല്ലല്ലേ ഈ കൊണത്താപ്പള്ളി എന്ന് പറഞ്ഞ പുള്ളി ഒരു പാഷാണത്തെ ക്രിമിയ. ഒരു ജോലിയും ചെയ്യാതെ രാവിലെ വെള്ള ഷർട്ട് അങ്ങനെ ഇറങ്ങും ആളെ പറ്റിക്കാനായിട്ട്. ഇവന്മാരോടൊന്നും നേരിട്ട് തീർക്കാൻ പറ്റില്ല. നീ അത്താഴം മുടക്കാൻ ഈ നീർക്കോല് മതി. ഇപ്പൊ കണ്ടില്ലേ ചന്ദ്രൻചേട്ടൻ തെക്കോട്ടും വടക്കോട്ടും ഓടുന്നത്? വല്ലതും കൊടുത്ത് ഒതുക്കാന്ന് കൊടുത്താ രൂപ 25,000 ചോദിക്കുന്നത്. ആ പാവത്തിന്റെ വല്ല കാശുണ്ടാ? അല്ല, അതിന് മമ്മദ് ഖാനെ കണ്ടിട്ട് എന്താ കാര്യം? ബീഫ് നിരോധനം വന്നാ അത് മമ്മദ് ഖാനെ ബാധിക്കൂലേ? അതുകൊണ്ട് മമ്മദ് ഖാനെ ഇറക്കി കളിച്ച കൊണത്താപ്പള്ളിയുടെ ബീഫ് നിരോധനത്തിനൊരു തടയുമാകും. കൂടാതെ കൊണത്താപ്പള്ളി കിട്ടും, ആ ശിങ്കിടി കിട്ടും, രണ്ടും കൊടുക്കുകയും ചെയ്യാം. നിന്റെ പിന്റു പോകുമ്പോ ഇക്ക ഒന്നിങ്ങ വന്നേ. കോഴിയ താറാവാ? ഒന്ന് കാണാൻ വന്നേണ്. അല്ല, ഇക്കാനെ ഒന്ന് കാണാൻ വന്നേണ്. ഒന്ന് വന്നേ. ദേ കണ്ടോ? അതില്ലിക്ക, ഒന്ന് വാ, ഒരു കാര്യം പറയണ. അങ്ങനെ പറ. നീ അങ്ങ് മാറിയേക്ക്, ഞാനിപ്പോ വരാം. ഈ പണി തീർത്തിട്ട് നിനക്കും തരാം. പോരെ?
ഓ ഇവൻ എന്ത് മാറണം കൊണ്ടാണാവോ വരവ്. കയ്യൊക്കെ ഒന്ന് കഴുകിയേക്കാം. ഓ അയ്യോ, ഓ അവനെ കാണില്ല. ആ കഴുത്തി കുടുക്കിട്ടവൻ എവിടെ പോയാവോ. ദേ ഒരു പഴയ കോഴി പോണ്. ആ ചന്ദ്രേട്ടാ, ഞാൻ ദേ ഇവിടെ എത്തി. ഇക്കനെ കണ്ടു. അല്ല, പുള്ളിനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ കാണും. ഇല്ല, ചന്ദ്രേട്ടൻ ഒന്നുകൊണ്ട് പേടിക്കണമെന്നേ. ഓക്കെ. ഞാൻ വിളിച്ചോളാം. ഞാൻ വിളിച്ചോളാന്നേ. അതെ ഞാൻ വിളിച്ചോളാം. ഇക്ക ചന്ദ്രേട്ടനെ കണ്ടില്ലായിരുന്നു? എന്നോട് പറഞ്ഞിരുന്നു. കൊണത്താപ്പള്ളിയുടെ കാര്യമല്ലേ? അതെ. ഈ കൊണത്താപ്പള്ളിയാണ് ഇക്കാക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രധാന കണ്ണി. അത് മനസ്സിലായ? ഇപ്പതേ മാതാവിന്റെ പേര് പറഞ്ഞ് ബീഫ് നിർത്തി. ഇനി പെങ്ങളുടെ പേര് പറഞ്ഞ് മീൻ നിർത്തും. പിന്നെ കുഞ്ഞമ്മയുടെ മോന്റെ മോളുടെ പേര് പറഞ്ഞ് കോഴി, താറാവ്, ആട്, അങ്ങനെ സകലതും നിർത്തും. ഇറച്ചിക്കടക്കാരെ വരുമാനമല്ലേ നിൽക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് സൂക്ഷിക്കണം. അവന്മാർ രണ്ടും ആ ജംഗ്ഷനിൽ നിൽക്കുന്നുണ്ട്. നമ്മുടെ ജംഗ്ഷനില്ല? നമ്മുടെ ജംഗ്ഷനിൽ ആ റെയിൽവേ വന്നത്. ഞാനവനെ കണ്ടെന്നേ. കൂടെ ഒരുത്തനുണ്ട്, ചാളത്തിന് വീപ്പക്കുറ്റി. അവനും ഉണ്ട്. അവര് തമ്മിൽ എന്തോ ഒരു ഗൂഢാലോചന നടത്തുന്നുണ്ട്. ഇക്കാക്കെതിരെ കൊട്ടേഷൻ വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇക്ക ഒന്ന് കരുതിയിരിക്കണം. കൊണത്താപ്പള്ളിയെ നിലക്ക് നിർത്തണം. അല്ലെങ്കിൽ ഇക്കയ്ക്കും ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. പറഞ്ഞ മനസ്സിലായ? അവനായിട്ട് 2 അടി അടിക്കണം. കൊണത്താപ്പള്ളിയെ മാത്രമല്ല, കൂടെ ഒരുത്തൻ നടക്കണല്ലേ, ടാറ് വീപ്പ വിഴുങ്ങിയ പോലെ ഒരുത്തൻ, അവനായിട്ട് 2 അടി കൂടുതലും അടിക്കണം. ഓക്കെ? കൊണത്താപ്പള്ളിയുടെ കാര്യം ഞാൻ ഏറ്റി. എടാ കൊണത്താപ്പള്ളി. കൊണത്താപ്പള്ളിക്കുള്ള കത്ത് ഞാൻ രാഗി വിട്ടിട്ടുണ്ട്. അവന്റെ ഒരു ബീഫ് നിരോധനം, അവനും അവന്റെ ഒരു ശിങ്കിടി, 2 മേടിച്ചോടാ. ഇതിങ്ങനെ പോയാൽ നമ്മളൊക്കെ നാട് വിടേണ്ടി വരും ഇക്ക. ഞാൻ അവനൊന്ന് കാണട്ടെ. അയ്യോ, കണ്ടാൽ മാത്രം പോരാ, തല്ലി ഓടിക്കണം ആ പന്നിയുടെ കാല്. പന്നി കയറാമല്ലേ? എന്നാ പട്ടിയുടെ കാല്. പട്ടി കയറാമല്ലേ? ഏതാണ്ടിന്റെ ഒക്കെ കാല് പോലെ. ഇക്കയ്ക്ക് തല്ലി ഓടിക്കാൻ പറ്റുമോ? അവനിപ്പോ എവിടെയുണ്ട്? അവനിപ്പോ റെയിൽവേ ഗേറ്റിന്റെ അവിടെ എങ്ങാനും പിരിവെടുത്തോണ്ട് നടക്കുന്നുണ്ടാവും. തള്ളക്ക് പെരുന്നാളും കൂടി നടന്നതല്ല, ബാക്കിയുള്ളതിനുള്ള ഈ കഷ്ടപ്പാട്. പ്ലേറ്റും കഴുകണം. കൊണത്താപ്പള്ളി കണ്ടടാ? എവിടെ ചെന്നാ കാണാൻ പറ്റും? ജില്ലാ കമ്മിറ്റിക്ക് പോയി. അവൻ ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ് വരുമല്ലോ, അപ്പൊ കാണാം. എന്റെ ദൈവമേ, ഈ കൊണത്താപ്പള്ളി കൊണവണ ഇയാളത് എവിടെ പോയി കിടക്കാൻ നാറി എന്നെ അടങ്ങേറാക്കാനെ. ആ പുള്ളി എവിടെ പോയി കിടക്കണ്? പണ്ടാറങ്ങാനായിട്ട് മനുഷ്യന്റെ കൈയും കാലും പറിച്ചിട്ട് വരല. അവിടെ ഇല്ല. പാലത്തിന്റെ കാശ് അടിച്ചു മാറ്റണം. കേട്ടവൻ നിന്നെ ഓടല്ലേ, നിക്ക്. ദൈവമേ, വിശന്ന് ഭ്രാന്ത് പിടിച്ചുള്ളവരുവാണല്ലോ. ഓടല്ലേ? ഇല്ല, നിക്കില്ല. എന്നിട്ട് ഓടിക്കല കൊണത്താപ്പള്ളി. നിക്കവിടെ, നിക്ക്. ഓടില്ലേ? എന്നെ തിന്നരുത്. കൊണത്താപ്പള്ളി അതെല്ലാം ഓടിയില്ലേ? ഓട്ടം നിർത്തണ്ട, വെച്ച് പിടിച്ച് ഓടിക്കോ. ഇറച്ചി വെട്ടാരൻ മമ്മദില്ലേ, തേടവനെ കൊല്ലുന്നും പറഞ്ഞു വരുന്നുണ്ട്. എന്താ കാര്യം? ബീഫ് നിരോധനം വന്നപ്പോ അവർ വയറ്റത്തിലടിച്ച് അവരുടെ പണി പോയില്ലേ? അതിന് പകരം വീട്ടാനായിരിക്കും. അതിനെന്തിനാണ് കൊല്ലാനായിരിക്കും. അതിന് എന്നെ വിളിച്ചിരുന്ന കാര്യം. 2 കൊലക്കേസിലെ പ്രതിയ മമ്മദ്. കൊണത്താപ്പള്ളിക്കൊന്നും തോന്നരുത്, നിങ്ങളുടെ പാർട്ടി ഞാൻ രാജിവെച്ചു. ഇപ്പ ഞാനെന്തിനാ വെറുതെ അമ്മേന്റെ കത്തിക്ക് തല വെച്ചു കൊടുക്കണത്? അതേടാ, എനിക്കിത് തന്നെ കിട്ടണം. ഇത്രയും നാള് കൂടെ കൊണ്ടു നടന്നിട്ട്. പിന്നെ തല പോയൊരു മെനുണ്ടാവില്ല നേതാവൻ. കണ്ണും മൂക്കൊക്കെ പോയ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ വായു പോയി ഞാനങ്ങനെ തിന്നും. അതുകൊണ്ട് വീതി ഉണ്ടെങ്കിൽ നമുക്ക് ശവടപ്പിന് കാണാം കേട്ടാ. നല്ല റീൽസ് ഞാൻ കൊണ്ടുവരുന്നുണ്ട്, അനുഭവിച്ചോ. കൊണത്താപ്പള്ളി ഞാൻ കണ്ടില്ല. കൊണത്താപ്പള്ളി അവിടെ ഉണ്ട്. എന്നൊന്നും ചെയ്യരുത്, ഞാൻ 10 പട്ടിക്കനുള്ള ഇറച്ചി വെച്ച് നടക്കണ നാറി. ഇനി എന്ത് ചെയ്യും? വേണ്ട പോ, ചുമ്മാരി. നീ എന്നെ വിട്ട് പോയില്ലേ, ഇനി നിന്നെ ഞാൻ പാർട്ടിയിൽ എടുക്കല. റീത്തും കൊണ്ട് വരാം. കൊണത്താപ്പള്ളി ശബ്ദം മാറിയല്ലോ. എന്നെ കൊല്ലരുത്. ഞാൻ പ്രസിഡന്റിനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ബീഫ് നിരോധനം പിൻവലിപ്പിച്ചാൽ കൊന്നുകളയും ഞാൻ. ബീഫ് നിരോധനം നടപ്പിലാക്കണം. അപ്പൊ നിങ്ങളുടെ വരുമാനം കൂടും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്റെ കൊണത്താപ്പള്ളി സാറേ, ഇത് കേരളമാണ്. ഇവിടെ എന്ത് നിരോധിച്ചാലും അത് ലാവിഷായിട്ട് കിട്ടുകയും ചെയ്യും, ഇരട്ടി വിലക്ക് വിൽക്കുകയും ചെയ്യാം. ദേ ഇപ്പൊ തന്നെ ഹാൻസ് നിരോധിച്ചില്ലേ, 5 രൂപയുടെ ഹാൻസിന് 35 രൂപയായി. മദ്യം നിരോധിച്ചില്ലേ, ഇരട്ടി വിലയായി, ലാവിഷായിട്ട് സാധനം കിട്ടണോണ്ട്. ദേ ഈ ബീഫ് കൂടി ഒന്ന് സാറ് നിരോധിച്ച് തന്നാൽ
നമുക്ക് ഇരട്ടി വിലക്ക് വിൽക്കാം. കള്ളം ഒന്ന് നിരോധിച്ച് തായന്റെ സാറേ. ദൈവത്തിന്റെ നാട്, നാടിന് മൊത്തം കേട്, ഈ ധാരാണ്ടിന്റെ മേട്. ഹൊയ് ഹൊയ് കഥയില്ല കഥ പലതും ചൊല്ലി പൊല്ലാപ്പിലതാക്കണ കൂട്ടം കൊല ചെയ്യും പലരുണ്ട്. പലതുള്ളി പെരുവെള്ളം പോൽ പരമാതിരി കഥകൾ പറയാൻ പുഞ്ചിരി തൂകും കൊഞ്ചലുമായി നാഴികൊരു 40 വട്ടം നാടും നഗരവും ചുറ്റിപ്പായണ ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ്. ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ